1935 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒന്നാം പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകം മലയാളം. അതെ, 1-ാം ക്ലാസ്സിലെ പുതിയ ഐറ്റമായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. വൻ പരിപാടികൾ നടന്നു. നവീന കേരള പാഠാവലി പബ്ലിഷ്ഡ് ബൈ VV പബ്ലിക്കേഷൻ ഹൗസ് എറണാകുളം. മരം തറ. നമ്മളൊക്കെ 1-ാം ക്ലാസ് ആദ്യമായിട്ട് പഠിച്ചത് എന്താ? തറാന്നാ. അതുകൊണ്ട് നമ്മൾ തറയായോ എന്ന് അറിയില്ല. പക്ഷെ പണ്ടുള്ള നമ്മുടെ പൂർവികർ ആദ്യം പഠിച്ചത് മരം എന്നാണ്. അല്ല, നമ്മുടെ പൂർവികരൊക്കെ ആദ്യമായിട്ട് പഠിച്ച മരം. മനുഷ്യനുണ്ടായത് മരത്തിന്റെ വാനരിൽ നിന്നാണല്ലോ. അപ്പൊ അതിൻ്റെ ഇത് പിന്നെ നമ്മൾ തറ കെട്ടി വീടുണ്ടാക്കി അതിലേക്ക് എത്തിപ്പെട്ടു. പക്ഷെ നമ്മുടെ തലമുറ ആദ്യമേ തറയായിരുന്നു. പിന്നെ തറ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. മാൻ, നരി, നരിമാൻ. പേജ് അത് തുന്നു വിട്ടുപോയിരിക്കും. ഇനി കൊണ്ടുപോയിട്ട് ലാമിനേറ്റ് ചെയ്യണം. കണ്ടോ? പശുവിൻ പാൽ തരാം, കാശു തരാൻ പറക, പലതരം മീൻ, രാമൻ വല വീശി. അങ്ങനെ കുറെ ഇതാ. ജനകരാജാവ് മകൾ ജാനകി. ഭയങ്കര ടഫാണല്ലോ 1-ാം ക്ലാസ്. ഇത് കണ്ടോ? ചുരികയായി. അങ്ങനെ ഒരു നമ്മളൊന്നും 1-ാം ക്ലാസ്സിൽ ഇങ്ങനെ ഇത് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ കളറായിരുന്നു. ഇല്ലല്ല. പക്ഷെ പിന്നെ അക്ഷരങ്ങൾ മാറ്റിയല്ലോ. ഇത് പഴയ ലിപിയാ. അവളും എല്ലാം അങ്ങനെ പഴയ ലിപിയാ. അതു ഇപ്പൊ പിന്നെ എല്ലാം കൂടി പുതുക്കിയല്ലോ. അങ്ങനെ ഒരു വരയിട്ടിട്ട് പൂജിയിട്ടാൽ തൂ. അത് പ്രിന്റിങ്ങിന്റെ സൗകര്യം. ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ പുസ്തകം ഇനി എങ്ങനെ പ്രിസർവ് ചെയ്യുന്നുള്ളതല്ലേ. പൊടി വരുന്നത് അത് ചിലപ്പോൾ ഇവര് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യുക, ഈ പുസ്തകം എങ്ങനെ പ്രിസർവ് ചെയ്യാം, ലാമിനേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പുസ്തകം മുഴുവൻ ലാമിനേറ്റ് ചെയ്യുന്നത് പൊടിഞ്ഞു പോകുന്നുണ്ട് പേജ് മറിക്കുമ്പോ. ഇത് ഇവിടെ ഭയങ്കര ഇതിനകത്തൊക്കെ സൂക്ഷിക്കുന്നത്. അതായത് പണ്ടുള്ളൊരു പുസ്തകം പൊന്നുപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പം ഇത് കവറിലൊക്കെ ഇട്ടിട്ട് ഈ പെട്ടിയിനകത്ത് പൊന്നുപോലെയാണ് സൂക്ഷിക്കുന്നത്. ഇപ്പം അത് റേറായിട്ട് അന്ന് പഠിക്കുന്ന കാലത്ത് 1-ാം ക്ലാസ് ടെക്സ്റ്റ് ഇത്രയും ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. അതിനേക്കാളും ശ്രദ്ധിച്ചാൽ ഇപ്പൊ വായിക്കുന്നത്.